യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 29-ാം വാക്യം. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. വിശ്വാസമെന്ന വാക്ക് ഈ ലോക ഭാഷയിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സാന്ദർഭികമായ ആ പദത്തിന് അംഗീകരിക്കുക, ആശ്രയിക്കുക, യുക്തിക്കതീതമായി അംഗീകരിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട്. എബ്രായ ലേഖനം 11-ന്റെ 1-ാം വാക്യം ബൈബിൾ ഉദ്ദേശിക്കുന്ന വിശ്വാസം എന്ന ആശയം എന്താണെന്ന് നന്നായി വെളിച്ചം തരുന്ന ഒരു വാക്യമാണ്. പ്രത്യാശിക്കുന്ന കാര്യത്തിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്നതാണ് അത്. ഈ പ്രത്യാശ വെറുതെ ഉണ്ടാകുന്നതല്ല, ദൈവം വാഗ്ദത്തം നൽകിയതിൻ്റെയോ വെളിപ്പാടിനാൽ ഗ്രഹിപ്പിച്ചതിൻ്റെയോ അടിസ്ഥാനത്തിൽ അഥവാ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നതിനർത്ഥം ഇല്ലാത്ത കാര്യങ്ങളുടെ എന്നല്ല, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതിനാൽ കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മാനുഷിക പരിമിതികൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ്. അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചോ അല്ല എന്ന് വ്യക്തമാക്കുന്നു. ഭൂരിഭാഗം മനുഷ്യരെ സംബന്ധിച്ചും കാണാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ പ്രയാസമാണ്. കാരണം നാം തിരിച്ച് ആണ് ശീലിച്ചിരിക്കുന്നത്. കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനെ അംഗീകരിച്ച് ശീലിച്ചതിനാൽ ആത്മീയ കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമാണ്. എന്നാൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങളെയും ഉറപ്പായും വിശ്വസിക്കണം. കണ്ടിട്ടേ വിശ്വസിക്കൂ എന്ന യേശുവിൻ്റെ ശിഷ്യനായ തോമസ് ഇവിടെ ശാഠ്യം പിടിക്കുന്നതിനെയാണ് യേശു അഭിസംബോധന ചെയ്യുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അതുവരെ കാണാതിരുന്ന തോമസ് യേശുവിനെ കണ്ടപ്പോൾ വിശ്വസിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഉപദേശം. ആത്മീയ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വിശ്വസിക്കാൻ കാത്തിരുന്നാൽ പല അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടമാകും. എന്നാൽ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ തയ്യാറായാൽ നാം സ്വർഗീയ അനുഗ്രഹങ്ങൾ ധാരാളമായി പ്രാപിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.